സമയ ഇതാ അവരെ ഏൽപ്പിച്ചിക്കണെന്ന് ഞാനിട്ടാ ഞാൻ വല്ല 8 മണിക്കാൻ പോകുന്നു. ഇത് മോളാണ്. ഇത് അവളും കണ്ണിന് സുഖമില്ലാത്തവർക്ക് ആളാണ്. ഇവരെ റാഫി മരിച്ചുപോയി, ഭർത്താവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ളൊരു ഗതികേടുള്ളൊരു കുടുംബമാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇതട്ടാ ഇതാണ്. പിന്നെ കുട്ടികളൊന്നും ഞാൻ എടുത്തില്ല. എനിക്ക് എന്നെ ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ വെച്ച് പറയുന്ന ആളാണെങ്കിൽ എനിക്കൊരു തെളിവ് വേണ്ടേ. നല്ലൊരു സംഖ്യ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ ഇവർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദ്വാരിക്കുക. നിങ്ങൾ ഉമ്മയും മക്കളും നിങ്ങൾ 2 കുട്ടികളും ഉള്ളൂ അൽഹംദുലില്ലാ. അപ്പോൾ ഇതേമാതിരി അവർക്ക് തരാനും അവർക്ക് ബർക്കത്തുണ്ടാകാനും അവരെ കുട്ടികൾക്കും ഒക്കെ ആരോഗ്യവും ആയുസ്സൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ അവർക്ക് സ്വത്തും മുതലിൻ്റെ ഒരു ആഗ്രഹമുള്ള ആളല്ല. അവർക്ക് അള്ളാഹ് എത്തിച്ചിട്ടുണ്ട്. ഒരു നമ്മളിവിടുത്തെ മലപ്പുറം ജില്ലക്കാരല്ല, തിരുവനന്തപുരത്താണ്. ഈ മോളുള്ളത് ഗൾഫിലാണ്. ഷെമി എന്നാണ് അവളുടെ പേര്. അപ്പോൾ എല്ലാ സഹായം ഇങ്ങനത്തെ പെൺകുട്ടികളെ കാര്യം പറയുമ്പോഴേക്കും അവൾക്ക് പിന്നെ അവൾ തിന്നിട്ട് ചെയ്യാൻ വേണ്ടിയില്ല, അതെങ്ങനെയെങ്കിലും എത്തിക്കും. അങ്ങനെയുള്ളൊരു മനസ്സുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഭർത്താവിനും കുട്ടികൾക്കും അവരുടെ കുടുംബത്തിന് അവരെ ആമീൻ. അപ്പോൾ അവരമ്മ മരിച്ചു പോയിക്കണം, ചെറുപ്പത്തിലേ മരിച്ചു പോയത് അവളമ്മ. പിന്നെ അവളിങ്ങനെ വളർന്ന് അതിൻ്റെ മോളായി. അവളിപ്പോൾ ഗൾഫിലാണുള്ളത്. അപ്പം അവരമ്മക്കും എല്ലാവർക്കും വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.